നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈക്കോടതി എക്സാമിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 എക്സ്പെക്റ്റഡ് എസ്എ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എസ്എ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് ടെക്നിക്ക് പഠിക്കുക, രണ്ടാമത് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക. ടെക്നിക്ക് നമ്മുടെ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റഡി നോട്ട്സ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്എ ടോപ്പിക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ആ ഒരു പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട 10 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, തീർച്ചയായിട്ടും കാണും. ഫ്രീ നോട്ട്സിലൂടെ ഒബ്ജക്റ്റീവ് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ 10 ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഒരു 10 പ്രധാനപ്പെട്ട ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കാര്യം ആ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ എന്നതിനപ്പുറം പല രീതിയിൽ ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എ കോൺഫ്ലിക്റ്റ് ഫ്രീ മിഡിൽ ഈസ്റ്റ് ഇസ് കീ ഫോർ ഇന്ത്യൻ ഇൻട്രസ്റ്റ്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ US-Iran വാർ എന്തുമാത്രം ഇഷ്യൂസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന വാർ ആണെങ്കിൽ പോലും അത് ഇന്ത്യയെ ഭയങ്കരമായിട്ട് അത് ബാധിച്ചിരുന്നു. ആ ഒരു മിഡിൽ ഈസ്റ്റ് വാർ എങ്ങനെ ഇന്ത്യയെ ഇമ്പാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തു എന്നതാണ് ഈ ഒരു ചോദ്യം. കറണ്ട് അഫയേഴ്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊന്നാണ്. തീർച്ചയായിട്ടും നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ടോപ്പിക്ക് ടെക്നോളജി റിലേറ്റഡ് ആയ ടോപ്പിക്കാണ്. ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരം ചോദിച്ചു വരാറുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് എ ഡബിൾ എഡ്ജ് സ്വോർഡ്. ടെക്നോളജി വാല്യൂ ന്യൂട്രൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന രീതി അനുസരിച്ചിരിക്കും അതിൻ്റെ ഗുണവും ദോഷവും. അതേപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കഴിഞ്ഞ തവണത്തെ ഹൈക്കോടതി എക്സാമിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഉപയോഗിക്കാം എന്ന രീതിയിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇത്തവണയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ഹോട്ട് ടോപ്പിക്കാണ്. ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് അതിനുശേഷം വരികയുണ്ടായി. പല രീതിയിൽ പല ആംഗിളിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. ബ്രോഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതുപോലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പം ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു അസസ്മെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് പോസിറ്റീവ്സും ചെയ്യണം, അതായത് പോസിറ്റീവ്സും ഹൈലൈറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നെഗറ്റീവ്സും ഹൈലൈറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു മിഡിൽ ഗ്രൗണ്ട്, എങ്ങനെ അത് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ റെസ്പോൺസിബിൾ യൂസ് ഓഫ് AI എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യണം. മൂന്നാമത്തെ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ റെലവൻറ്റുമാണ്. സോഷ്യൽ മീഡിയ ട്രയൽസ് എന്ന് പറയുന്ന ഏരിയ ആണ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ട്രയൽസ് ആൻഡ് ദർ ഇമ്പാക്ട് ഓൺ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. ഇതിന് മുമ്പുള്ള ഒരു ഹൈക്കോടതി എക്സാം പേപ്പറിൽ മീഡിയ ട്രയൽ എന്ന് പറയുന്ന ചോദ്യം വരികയുണ്ടായിരുന്നു. ഇത് അതിൻ്റെ മറ്റൊരു വകഭേദമാണ്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഇപ്പം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സോഷ്യൽ മീഡിയ ട്രയൽസ് എങ്ങനെയാണ് ജുഡീഷ്യറി അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. ദ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇസ് എ ലാൻഡ്മാർക്ക് ഷിഫ്റ്റ് ഫ്രം വുമൻ ഡെവലപ്മെൻറ്റ് ടു വുമൻ ലെഡ് ഡെവലപ്മെൻറ്റ്. ഇത് കറണ്ട് അഫയേഴ്സായിട്ട് വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെയുള്ളൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ആ കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെൻറ്റ് എന്നാണ് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. ഇതിനകത്ത് 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വുമൻസ് റിസർവേഷൻ ആക്ട് ആണ്. അത് ഓൾറെഡി പാർലമെൻറ്റ് പാസ് ചെയ്തതാണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞൊരു 3-4 മാസത്തിൽ നടക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചോദിക്കാൻ നല്ല രീതിയിൽ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ചോദിച്ചു വന്നിട്ടുള്ള, പല എക്സാമുകൾക്കും ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് റോൾ ഓഫ് PIL ഇൻ ഇന്ത്യ. PIL എന്താണെന്ന് നമുക്കറിയാം, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ് ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട രീതി. കാര്യം PIL ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജുഡീഷ്യറി നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PIL മിസ്യൂസും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസിങ് രീതിയിൽ നിങ്ങൾ ആ ഒരു ആൻസർ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആറാമത്തെ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എമർജൻസ് ഓഫ് ജെൻസി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പല ഡയമെൻഷൻസും ഈ ഒരു പർട്ടിക്കുലർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു മേഖലയാണ് എമർജൻസ് ഓഫ് ജെൻസി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇനിയുള്ള ടോപ്പിക്കുകൾ കേരള സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാര്യം ഈ ഒരു ഹൈക്കോടതി എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും കേരള റിലേറ്റഡ് ടോപ്പിക്സും സ്ഥിരം കണ്ടുവരുന്നതാണ്. കേരള റിലേറ്റഡ് ടോപ്പിക്സിൽ ഇപ്പോഴും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റൈസിങ് കേസസ് ഓഫ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഇൻ കേരള. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ സ്ഥിരം ന്യൂസിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ഇഷ്യൂ എന്താണ്, ഇതിൻ്റെ റൂട്ട് കോസസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. അടുത്ത കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്കറിയാം കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പം നമുക്ക് പലപ്പോഴും ന്യൂസിൽ വരാറുള്ളതാണ്. അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് കേരളാസ് റൈസിങ് ഹെൽത്ത് കെയർ ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ പ്രതിപാദിക്കേണ്ടത്. 9ാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ്, കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാം പലപ്പോഴും കേരളം ഒരു ഏജിങ് സൊസൈറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല റിപ്പോർട്ടുകളും വരാറുണ്ട്. സത്യമാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിന് മാറി വരുന്ന ഡെമോഗ്രഫി കാരണം ഉണ്ടാകുന്ന ആ ഒരു ചലഞ്ചസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ്. 10ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പലപ്പോഴും പല രീതിയിൽ ചോദിച്ചു വന്നിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിസാസ്റ്റർ റെസിലിയൻറ്റ് കേരള ഇസ് സ്റ്റിൽ എ വർക്ക് ഇൻ പെൻഡിങ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും നമുക്ക് പല രീതിയിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. കേരളത്തിന് ഒരു ഡിസാസ്റ്റർ റെസിലിയൻറ്റ് സൊസൈറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ ഇനി ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറേ പോയിന്റ്സ് എന്ന് പറയുന്നത് കേരളം റീസെൻ്റ്ലി ഫേസ് ചെയ്യുന്ന പല എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻസിൻ്റെ റൂട്ട് കോസുകൾ എന്താണ്, അതിനുശേഷം നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യാൻ സാധിക്കും, എങ്ങനെ പോസിറ്റീവായിട്ടുള്ള എഫേർട്സിലൂടെ എങ്ങനെ ഡീൽ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് മന്ത് നമ്മൾ ഡിസ്ക്രിപ്റ്റിൻ്റെ ഒരു പെയ്ഡ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന എസ്സേയും കോംപ്രിഹെൻഷനും പ്രിസിയും നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഈ ഒരു 10 ചോദ്യം അല്ലെങ്കിൽ 10 ടോപ്പിക് എന്ന് പറയുന്നത് 10 ബ്രോഡ് ഏരിയാസ് ആണ്. ഓരോ ഏരിയാസിൽ നിന്നും പല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ ഡയമെൻഷൻസും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.